അധ്യായം 33 അൽ അഹ്സാബ്. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 73. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. നബിയെ, അല്ലാഹുവെ സൂക്ഷിക്കുക. സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും നീ അനുസരിക്കരുത്. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, യുക്തിമാനും. വത്തബിഅ മാ യൂഹാ ഇലൈക മിർ റബ്ബിക ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ. നിനക്ക് നിന്റെ നാഥനിൽ നിന്ന് വഹിയായി കിട്ടുന്ന സന്ദേശം പിൻപറ്റുക. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ നന്നായി അറിയുന്നവനാണ് അല്ലാഹു. വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീലാ. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. കൈകാര്യകർത്താവായി അല്ലാഹു തന്നെ മതി. മാ ജഅല അല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി വമാ ജഅല അസ്വാജകും അല്ലാഈ തുളാഹിറൂന മിൻഹുന്ന ഉമ്മഹാതികും വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل. അല്ലാഹു ഒരു മനുഷ്യന്റെയും ഉള്ളിൽ രണ്ട് ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ലിഹാർ ചെയ്യുന്ന ഭാര്യമാരെ നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കുന്നവരെ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടുമില്ല. അതൊക്കെ നിങ്ങളുടെ വായകൊണ്ടുള്ള വെറും വാക്കുകളാണ്. അല്ലാഹു സത്യം പറയുന്നു, അവൻ നേർവഴിയിൽ നയിക്കുകയും ചെയ്യുന്നു. ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ് ഫഇൻ ലം തഅലമൂ ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലീകും وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. നിങ്ങൾ ദത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക. അതാണ് അല്ലാഹുവിന്റെ അടുത്ത് ഏറെ നീതിപൂർവകം. അഥവാ അവരുടെ പിതാക്കളാരെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അവർ നിങ്ങളുടെ ആദർശ സഹോദരങ്ങളും മിത്രങ്ങളുമാകുന്നു. അബദ്ധത്തിൽ നിങ്ങൾ പറഞ്ഞു പോയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റമില്ല. എന്നാൽ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നത് കുറ്റം തന്നെ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വന്തത്തേക്കാൾ ഉറ്റവനാണ്. അദ്ദേഹത്തിന്റെ പത്നിമാർ അവരുടെ മാതാക്കളുമാണ്. അല്ലാഹുവിന്റെ ഗ്രന്ഥമനുസരിച്ച് രക്തബന്ധുക്കൾ പരസ്പരം മറ്റു വിശ്വാസികളെക്കാളും മുഹാജിറുകളെക്കാളും കൂടുതൽ അടുപ്പമുള്ളവരാണ്. എന്നാൽ നിങ്ങൾ സ്വന്തം ആത്മമിത്രങ്ങളോട് വല്ല നന്മയും ചെയ്യുന്നതിന് ഇതു തടസ്സമല്ല. ഈ വിധി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണ്.
وَإِذْ أَخَذْنَا مِنَ النَّبِيِّينَ مِيثَاقَهُمْ وَمِنكَ وَمِن نُّوحٍ وَإِبْرَاهِيمَ وَمُوسَى وَعِيسَى ابْنِ مَرْيَمَ وَأَخَذْنَا مِنْهُم مِّيثَاقًا غَلِيظًا. പ്രവാചകന്മാരിൽ നിന്ന് നാം വാങ്ങിയ കരാറിനെക്കുറിച്ചോർക്കുക. നിന്നിൽ നിന്നും നൂഹ്, ഇബ്രാഹിം, മൂസ, മറിയമിന്റെ മകൻ ഈസ എന്നിവരിൽ നിന്നും അവരിൽ നിന്നെല്ലാം നാം പ്രബലമായ കരാർ വാങ്ങിയിട്ടുണ്ട്. لِيَسْأَلَ الصَّادِقِينَ عَن صِدْقِهِمْ وَأَعَدَّ لِلْكَافِرِينَ عَذَابًا أَلِيمًا. സത്യവാദികളോട് അവരുടെ സത്യതയെ സംബന്ധിച്ച് ചോദിക്കാനാണിത്. സത്യനിഷേധികൾക്ക് നോവേറിയ ശിക്ഷ ഒരുക്കിവെച്ചിട്ടുണ്ട്. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ جاءتكم جنود فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا. വിശ്വസിച്ചവരെ, അല്ലാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹം ഓർത്തുനോക്കൂ. നിങ്ങൾക്ക് നേരെ കുറെ പടയാളികൾ പാഞ്ഞടുത്തു. അപ്പോൾ അവർക്കെതിരെ നാം കൊടുങ്കാറ്റയച്ചു. നിങ്ങൾക്ക് കാണാനാവാത്ത സൈന്യത്തെയും അയച്ചു. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കണ്ടറിയുന്നവനാണ് അല്ലാഹു. إذ جاءوكم من فوقكم ومن أسفل منكم وإذ زاغت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنونا. ശത്രുസൈന്യം മുകൾ ഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും നിങ്ങളുടെ നേരെ വന്നടുത്ത സന്ദർഭം ഭയം കാരണം ദൃഷ്ടികൾ പതറുകയും ഹൃദയങ്ങൾ തൊണ്ടകളിലെത്തുകയും നിങ്ങൾ അല്ലാഹുവെ പറ്റി പലതും കരുതിപ്പോവുകയും ചെയ്ത സന്ദർഭം. هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا. അപ്പോൾ അവിടെ വെച്ച് സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു, കഠിനമായി വിറപ്പിക്കപ്പെടുകയും ചെയ്തു. وَإِذْ يَقُولُ الْمُنَافِقُونَ وَالَّذِينَ فِي قُلُوبِهِم مَّرَضٌ مَّا وَعَدَنَا اللَّهُ وَرَسُولُهُ إِلَّا غُرُورًا. അല്ലാഹുവും അവന്റെ ദൂതനും നമ്മോട് ചെയ്ത വാഗ്ദാനം വെറും വഞ്ചന മാത്രമാണെന്ന് കപടവിശ്വാസികളും മനസ്സിന് ദീനം ബാധിച്ചവരും പറഞ്ഞുകൊണ്ടിരുന്നു. وَإِذْ قَالَتْ طَائِفَةٌ مِّنْهُمْ يَا أَهْلَ يَثْرِبَ لَا مُقَامَ لَكُمْ فَارْجِعُوا وَيَسْتَأْذِنُ فَرِيقٌ مِّنْهُمُ النَّبِيَّ يَقُولُونَ إِنَّ بُيُوتَنَا عَوْرَةٌ وَمَا هِيَ بِعَوْرَةٍ إِن يُرِيدُونَ إِلَّا فِرَارًا. അവരിലൊരു വിഭാഗം പറഞ്ഞതോർക്കുക, യസ്രിബുകാരെ, നിങ്ങൾക്കിനി ഇവിടെ നിൽക്കാനാവില്ല, അതിനാൽ മടങ്ങിപ്പോയിക്കൊള്ളൂ. മറ്റൊരു വിഭാഗം ഞങ്ങളുടെ വീടുകൾ അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞ് പ്രവാചകനോട് യുദ്ധരംഗം വിടാൻ അനുവാദം തേടുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവയ്ക്ക് ഒരപകടാവസ്ഥയുമില്ല. അവർ രംഗം വിട്ടോടാൻ വഴികളാരായുകയായിരുന്നുവെന്ന് മാത്രം. وَلَوْ دُخِلَتْ عَلَيْهِمْ مِنْ أَقْطَارِهَا ثُمَّ سُئِلُوا الْفِتْنَةَ لَآتَوْهَا وَمَا تَلَبَّثُوا بِهَا إِلَّا يَسِيرًا. മദീനയുടെ നാനാഭാഗങ്ങളിലൂടെ ശത്രുക്കൾ കടന്നു ചെല്ലുകയും അങ്ങനെ കലാപമുണ്ടാക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്താൽ അവരത് നടപ്പാക്കുമായിരുന്നു. അവരക്കാര്യത്തിൽ താമസം വരുത്തുകയുമില്ല, നന്നേ കുറച്ചല്ലാതെ. وَلَقَدْ كَانُوا عَاهَدُوا اللَّهَ مِن قَبْلُ لَا يُوَلُّونَ الْأَدْبَارَ وَكَانَ عَهْدُ اللَّهِ مَسْئُولًا. തങ്ങൾ പിന്തിരിഞ്ഞോടുകയില്ലെന്ന് അവർ നേരത്തെ അല്ലാഹുവോട് കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാഹുവോടുള്ള കരാറിനെക്കുറിച്ച്
അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. قل لن ينفعكم الفرار إن فررتم من الموت أو القتل وإذا لا تمتعون إلا قليلا. പറയുക, നിങ്ങൾ മരണത്തെയോ കൊലയെയോ പേടിച്ചോടുകയാണെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്കൊട്ടും ഉപകരിക്കുകയില്ല. പിന്നെ ജീവിതം ആസ്വദിക്കാൻ ഇത്തിരി കാലമല്ലാതെ നിങ്ങൾക്ക് കിട്ടുകയില്ല. قل من ذا الذي يعصمكم من الله إن أراد بكم سوءا أو أراد بكم رحمة ولا يجدون لهم من دون الله وليا ولا نصيرا. ചോദിക്കുക, അല്ലാഹു നിങ്ങൾക്ക് വല്ല ദോഷവും വരുത്താൻ ഉദ്ദേശിച്ചാൽ അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കാരുണ്യവും ഉദ്ദേശിച്ചാൽ അത് തടയാൻ ആരുണ്ട്? അല്ലാഹു ഒഴികെ ഒരു രക്ഷകനെയും സഹായിയെയും അവർക്ക് കണ്ടെത്താനാവില്ല. قد يعلم الله المعوقين منكم والقائلين لإخوانهم هلم إلينا ولا يأتون البأس إلا قليلا. നിങ്ങളുടെ കൂട്ടത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നതാരെന്ന് അല്ലാഹുവിന് നന്നായി അറിയാം. തങ്ങളുടെ സഹോദരന്മാരോട് ഞങ്ങളോടൊപ്പം വരൂ എന്ന് പറയുന്നവരെയും അപൂർവമായല്ലാതെ അവർ യുദ്ധത്തിന് പോവുകയില്ല. അശിഹ്ഹതൻ അലൈക്കും فإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم كالذي يغشى عليه من الموت فإذا ذهب الخوف سلقوكم بألسنة حداد أشحة على الخير أولئك لم يؤمنوا فأحبط الله أعمالهم وكان ذلك على الله يسيرا. നിങ്ങളോടൊപ്പം വരുന്നതിൽ പിശുക്ക് കാണിക്കുന്നവരാണവർ. ഭയാവസ്ഥ വന്നാൽ അവർ നിന്നെ തുറിച്ചു നോക്കുന്നത് നിനക്ക് കാണാം. ആസന്ന മരണനായവൻ ബോധം കെടുമ്പോഴെന്ന പോലെ അവരുടെ കണ്ണുകൾ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഭയം വിട്ടകന്നാൽ സമ്പത്തിൽ ആർത്തിപ്പൂണ്ട് മൂർച്ചയേറിയ നാവുപയോഗിച്ച് അവർ നിങ്ങളെ നേരിടുന്നു. യഥാർത്ഥത്തിൽ അവർ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടില്ല. അതിനാൽ അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങൾ പാഴാക്കിയിരിക്കുന്നു. അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നന്നേ നിസ്സാരമാണ്. يحسبون الأحزاب لم يذهبوا وإن يأتي الأحزاب يودوا لو أنهم بادون في الأعراب يسألون عن أنبائكم ولو كانوا فيكم ما قاتلوا إلا قليلا. സഖ്യസേന ഇനിയും സ്ഥലം വിട്ടിട്ടില്ലെന്നാണ് അവർ കരുതുന്നത്. സഖ്യസേന ഇനിയും വരികയാണെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് ഗ്രാമീണ അറബികളോടൊപ്പം മരുഭൂവാസികളായി കഴിയാനാണ് അവരിഷ്ടപ്പെടുക. അവർ നിങ്ങളോടൊപ്പം ഉണ്ടായാലും വളരെ കുറച്ച് യുദ്ധത്തിൽ പങ്കാളികളാവുകയുള്ളൂ. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സംശയമില്ല, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതനിൽ മികച്ച മാതൃകയുണ്ട്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷയർപ്പിച്ചവർക്കാണിത്. അല്ലാഹുവെ ധാരാളമായി ഓർക്കുന്നവർക്കും. ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما. സത്യവിശ്വാസികൾ സഖ്യസേനയെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, ഇത് അല്ലാഹുവും അവന്റെ ദൂതനും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതു തന്നെയാണ്.
അല്ലാഹുവും അവന്റെ ദൂതനും പറഞ്ഞത് തീർത്തും സത്യമാണ്. ആ സംഭവം അവരുടെ വിശ്വാസവും സമർപ്പണ സന്നദ്ധതയും വർദ്ധിപ്പിക്കുകയാണുണ്ടായത്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലൂ തബ്ദീലാ. സത്യവിശ്വാസികളിൽ അല്ലാഹുവുമായി ചെയ്ത കരാറിന്റെ കാര്യത്തിൽ സത്യസന്ധത പുലർത്തുന്ന ചിലരുണ്ട്. അങ്ങനെ തങ്ങളുടെ പ്രതിജ്ഞ പൂർത്തീകരിച്ചവർ അവരിലുണ്ട്. അതിനായി അവസരം പാർത്തിരിക്കുന്നവരുമുണ്ട്. ആ കരാറിൽ ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല. ലിയജ്സിയല്ലാഹു സ്സാദിഖീന ബിസിദ്ഖിഹിം വയുഅദ്ദിബൽ മുനാഫിഖീന ഇൻ ശാഅ ഔ യതൂബ അലൈഹിം ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ. സത്യസന്ധർക്ക് തങ്ങളുടെ സത്യതയ്ക്കുള്ള പ്രതിഫലം നൽകാനാണിത്. അല്ലാഹു ഇച്ഛിക്കുന്നുവെങ്കിൽ കപടവിശ്വാസികളെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാനും തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. വറദ്ദല്ലാഹു അല്ലദീന കഫറൂ ബിഗൈദിഹിം ലം യനാലൂ ഖൈറാ വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ വകാനല്ലാഹു ഖവിയ്യൻ അസീസാ. സത്യനിഷേധികളെ അവരുടെ കോപാഗ്നിയോടെ തന്നെ യുദ്ധരംഗത്തുനിന്ന് അല്ലാഹു തിരിച്ചയച്ചു. അവർക്കൊട്ടും നേട്ടം കിട്ടിയില്ല. സത്യവിശ്വാസികൾക്ക് വേണ്ടി പൊരുതാൻ അല്ലാഹു തന്നെ മതി. അല്ലാഹു ഏറെ കരുത്തനും പ്രതാപിയുമാണ്. وأنزل الذين ظاهروهم من أهل الكتاب من صياصيهم وقذف في قلوبهم الرعب فريقا تقتلون وتأسرون فريقا. വേദക്കാരിൽ ചിലർ ശത്രുസൈന്യത്തെ സഹായിച്ചു. അല്ലാഹു അവരെ അവരുടെ കോട്ടകളിൽ നിന്ന് ഇറക്കിവിട്ടു. അവരുടെ ഹൃദയങ്ങളിൽ ഭയം കോരിയിടുകയും ചെയ്തു. അവരിൽ ചിലരെ നിങ്ങൾ കൊല്ലുന്നു, മറ്റു ചിലരെ തടവിലാക്കുകയും ചെയ്യുന്നു. وأورثكم أرضهم وديارهم وأموالهم وأرضا لم تطئوها وكان الله على كل شيء قديرا. അവൻ നിങ്ങളെ അവരുടെ ഭൂമിയുടെയും വീടുകളുടെയും സ്വത്തുക്കളുടെയും അവകാശികളാക്കി. നിങ്ങൾ മുമ്പൊരിക്കലും കാലുകുത്തിയിട്ടില്ലാത്ത സ്ഥലം പോലും അവൻ നിങ്ങൾക്ക് നൽകി. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. يا أيها النبي قل لأزواجك إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا. നബിയേ, നീ നിന്റെ ഭാര്യമാരോട് പറയുക, ഇഹലോക ജീവിതവും അതിലെ അലങ്കാരവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വരൂ, ഞാൻ നിങ്ങൾക്ക് ജീവിത വിഭവം നൽകാം. നല്ല നിലയിൽ നിങ്ങളെ പിരിച്ചയക്കുകയും ചെയ്യാം. وَإِن كُنتُنَّ تُرِدْنَ اللَّهَ وَرَسُولَهُ وَالدَّارَ الْآخِرَةَ فَإِنَّ اللَّهَ أَعَدَّ لِلْمُحْسِنَاتِ مِنكُنَّ أَجْرًا عَظِيمًا. അല്ലാഹുവേയും അവന്റെ ദൂതനെയും പരലോക ഭവനത്തെയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അറിയുക, നിങ്ങളിലെ സച്ചരിതകൾക്ക് അല്ലാഹു അതിമഹത്തായ പ്രതിഫലം ഒരുക്കിവെച്ചിട്ടുണ്ട്. യാ നിസാ അൻ-നബിയ്യ മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിനത്തിൻ യുദാഅഫ് ലഹൽ അദാബു ളിഅഫൈൻ വകാന ദാലിക അലല്ലാഹി യസീറാ. പ്രവാചക പത്നിമാരെ, നിങ്ങളിൽ ആരെങ്കിലും വ്യക്തമായ നീചവൃത്തിയിലേർപ്പെടുകയാണെങ്കിൽ അവൾക്ക് രണ്ടിരട്ടി ശിക്ഷയുണ്ട്.
അല്ലാഹുവിന് അത് വളരെ എളുപ്പമാണ്. ومن يقنت منكن لله ورسوله وتعمل صالحا نؤتها أجرها مرتين وأعتدنا لها رزقا كريما. നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവോടും അവന്റെ ദൂതനോടും വിനയം കാണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയുമാണെങ്കിൽ അവൾക്ക് നാം 2 ഇരട്ടി പ്രതിഫലം നൽകും. അവൾക്കു നാം മാന്യമായ ജീവിത വിഭവം ഒരുക്കിവെച്ചിട്ടുമുണ്ട്. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. പ്രവാചക പത്നിമാരെ, നിങ്ങൾ മറ്റു സ്ത്രീകളെപ്പോലെയല്ല. അതിനാൽ നിങ്ങൾ ദൈവഭക്തകളാണെങ്കിൽ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. അത് ദീനം പിടിച്ച മനസ്സുള്ളവരിൽ മോഹമുണർത്തിയേക്കും. നിങ്ങൾ മാന്യമായി മാത്രം സംസാരിക്കുക. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയൊതുങ്ങിക്കഴിയുക. പഴയ അനിസ്ലാമിക കാലത്തെപ്പോലെ സൗന്ദര്യം വെളിവാക്കി വിലസി നടക്കാതിരിക്കുക. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. സക്കാത്ത് നൽകുക. അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുക. നബി കുടുംബമേ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയാനും നിങ്ങളെ പൂർണ്ണമായും ശുദ്ധീകരിക്കാനുമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഓതി കേൾപ്പിക്കുന്ന അല്ലാഹുവിന്റെ വചനങ്ങളും തത്വജ്ഞാനങ്ങളും ഓർമ്മിക്കുക. അല്ലാഹു എല്ലാം നന്നായി അറിയുന്നവനും സൂക്ഷ്മജ്ഞനുമാണ്. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. അല്ലാഹുവിലുള്ള സമർപ്പണം, സത്യവിശ്വാസം, ഭയഭക്തി, സത്യസന്ധത, ക്ഷമാശീലം, വിനയം, ദാനശീലം, വ്രതാനുഷ്ഠാനം, ലൈംഗിക വിശുദ്ധി എന്നിവ ഉൾക്കൊള്ളുന്നവരും അല്ലാഹുവെ ധാരാളമായി സ്മരിക്കുന്നവരുമായ സ്ത്രീ പുരുഷന്മാർക്ക് അവൻ പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കിവെച്ചിട്ടുണ്ട്. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. അല്ലാഹുവും അവന്റെ ദൂതനും ഏതെങ്കിലും കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ അക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമെടുക്കാൻ അവകാശമില്ല. ആരെങ്കിലും അല്ലാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയാണെങ്കിൽ
അവൻ വ്യക്തമായ വഴികേടിലകപ്പെട്ടതു തന്നെ. وَإِذْ تَقُولُ لِلَّذِي أَنْعَمَ اللَّهُ عَلَيْهِ وَأَنْعَمْتَ عَلَيْهِ أَمْسِكْ عَلَيْكَ زَوْجَكَ وَاتَّقِ اللَّهَ وَتُخْفِي فِي نَفْسِكَ مَا اللَّهُ مُبْدِيهِ وتخشى الناس والله أحق أن تخشاه فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. അല്ലാഹുവും നീയും ഔദാര്യം ചെയ്തുകൊടുത്ത ഒരാളോട് നീ ഇങ്ങനെ പറഞ്ഞ സന്ദർഭം: നീ നിന്റെ ഭാര്യയെ നിന്നോടൊപ്പം നിർത്തുക, അല്ലാഹുവെ സൂക്ഷിക്കുക. അല്ലാഹു വെളിവാക്കാൻ പോകുന്ന ഒരു കാര്യം നീ മനസ്സിലൊളിപ്പിച്ചു വെക്കുകയായിരുന്നു, ജനങ്ങളെ പേടിക്കുകയും. എന്നാൽ നീ പേടിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. പിന്നീട് സയ്യിദ് അവളിൽ നിന്ന് തന്റെ ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞപ്പോൾ നാം അവളെ നിന്റെ ഭാര്യയാക്കിത്തന്നു. തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്നുള്ള ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ അവരെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്കൊട്ടും വിഷമമുണ്ടാവാതിരിക്കാനാണിത്. അല്ലാഹുവിന്റെ കൽപ്പന നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും. മാ കാന അലൻ നബിയ്യി മിൻ ഹറജിൻ ഫീമാ ഫറദല്ലാഹു ലഹു സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബ്ൽ വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ. അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത ഇത്തരം കാര്യങ്ങളിൽ പ്രവാചകന് ഒട്ടും പ്രയാസം തോന്നേണ്ടതില്ല. നേരത്തെ കഴിഞ്ഞുപോയവരുടെ കാര്യത്തിൽ അല്ലാഹു നടപ്പാക്കിയ നടപടിക്രമം തന്നെയാണിത്. അല്ലാഹുവിന്റെ കൽപ്പന കണിശമായും നടപ്പാക്കാനുള്ളതാണ്. الذين يبلغون رسالات الله ويخشونه ولا يخشون أحدا إلا الله وكفى بالله حسيبا. അഥവാ അല്ലാഹുവിന്റെ സന്ദേശം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണവർ. അവർ അല്ലാഹുവെ പേടിക്കുന്നു, അവനല്ലാത്ത ആരെയും പേടിക്കുന്നുമില്ല. കണക്കു നോക്കാൻ അല്ലാഹു തന്നെ മതി. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. മുഹമ്മദ് നിങ്ങളിലെ പുരുഷന്മാരിലാരുടെയും പിതാവല്ല, മറിച്ച് അദ്ദേഹം അല്ലാഹുവിന്റെ ദൂതനാണ്, ദൈവദൂതന്മാരിൽ അവസാനത്തെ ആളും. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ ധാരാളമായി ഓർക്കുക. وسبحوه بكرة وأصيلا. കാലത്തും വൈകുന്നേരവും അവനെ കീർത്തിക്കുക. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. അവനാണ് നിങ്ങൾക്ക് കാരുണ്യമേകുന്നത്. അവന്റെ മലക്കുകൾ നിങ്ങൾക്ക് കാരുണ്യത്തിനായി അർത്ഥിക്കുന്നു. നിങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണിത്. അല്ലാഹു സത്യവിശ്വാസികളോട് ഏറെ കരുണയുള്ളവനാണ്. തഹിയ്യതുഹും യൗമ യൽഖൗനഹു സലാം വഅഅദ്ദ ലഹും അജ്റൻ കരീമാ. അവർ അവനെ കണ്ടുമുട്ടും നാൾ സലാം ചൊല്ലിയാണ് അവരെ അഭിവാദ്യം ചെയ്യുക.
അവർക്ക് ഉദാരമായ പ്രതിഫലം ഒരുക്കിവെച്ചിട്ടുണ്ട്. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا. നബിയെ, നിശ്ചയമായും നാം നിന്നെ സാക്ഷിയും ശുഭവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായി അയച്ചിരിക്കുന്നു. وداعيا إلى الله بإذنه وسراجا منيرا. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവങ്കിലേക്ക് ക്ഷണിക്കുന്നവനും പ്രകാശം പരത്തുന്ന വിളക്കുമായാണ് നിന്നെ അയച്ചത്. وبشر المؤمنين بأن لهم من الله فضلا كبيرا. സത്യവിശ്വാസികളെ ശുഭവാർത്ത അറിയിക്കുക, അള്ളാഹുവിൽ നിന്ന് അവർക്ക് അതിമഹത്തായ അനുഗ്രഹങ്ങളുണ്ടെന്ന്. ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا. സത്യനിഷേധികൾക്കും കപടവിശ്വാസികൾക്കും നീയൊട്ടും വഴങ്ങരുത്. അവരുടെ ദ്രോഹം അവഗണിക്കുക. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഭരമേൽപ്പിക്കാൻ അള്ളാഹു തന്നെ മതി. يا أيها الذين آمنوا إذا نكحتم المؤمنات ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها فمتعوهن وسرحوهن سراحا جميلا. വിശ്വസിച്ചവരെ, നിങ്ങൾ സത്യവിശ്വാസിനികളെ വിവാഹം കഴിക്കുകയും പിന്നീട് അവരെ സ്പർശിക്കും മുമ്പായി വിവാഹമോചനം നടത്തുകയുമാണെങ്കിൽ നിങ്ങൾക്കായി ഇദ്ദ ആചരിക്കേണ്ട ബാധ്യത അവർക്കില്ല. എന്നാൽ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ജീവിത വിഭവം നൽകണം. നല്ല നിലയിൽ അവരെ പിരിച്ചയക്കുകയും വേണം. يا أيها النبي إنا أحللنا لك أزواجك اللاتي آتيت أجورهن وما ملكت يمينك مما أفاء الله عليك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. നബിയെ, നീ വിവാഹമൂല്യം നൽകിയ നിന്റെ പത്നിമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തി തന്നവരിൽ നിന്റെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമസ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വെടിഞ്ഞ് പലായനം ചെയ്തെത്തിയ നിന്റെ പിതൃവ്യപുത്രിമാർ, പിതൃസഹോദരീപുത്രിമാർ, മാതൃസഹോദരപുത്രിമാർ, മാതൃസഹോദരീപുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. സത്യവിശ്വാസിയായ സ്ത്രീ സ്വന്തത്തെ പ്രവാചകന് ദാനം ചെയ്യുകയും അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയുമാണെങ്കിൽ അതിനും വിരോധമില്ല. സത്യവിശ്വാസികൾക്ക് പൊതുവായി ബാധകമല്ലാത്ത നിനക്ക് മാത്രമുള്ള നിയമമാണിത്. അവരുടെ ഭാര്യമാരുടെയും അടിമകളുടെയും കാര്യത്തിൽ നാം നിയമമാക്കിയ കാര്യങ്ങൾ നമുക്ക് നന്നായി അറിയാം. നിനക്ക്
ഒന്നിലും ഒരു പ്രയാസവും ഉണ്ടാവാതിരിക്കാനാണിത്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. ترجي من تشاء منهن وتؤوي إليك من تشاء ومن ابتغيت ممن عزلت فلا جناح عليك ذلك أدنى أن تقر أعينهن ولا يحزن ويرضين بما آتيتهن كلهم والله يعلم ما في قلوبكم وكان الله عليما حليما. ഭാര്യമാരിൽ നിന്ന് നിനക്കിഷ്ടമുള്ളവരെ നിനക്കകറ്റി നിർത്താം. നീ ഉദ്ദേശിക്കുന്നവരെ അടുപ്പിച്ചു നിർത്താം. ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തിയ ശേഷം അടുപ്പിച്ചു നിർത്തുന്നതിലും നിനക്ക് കുറ്റമില്ല. അവരുടെ കണ്ണുകൾ കുളിർക്കാനും അവർ ദുഃഖിക്കാതിരിക്കാനും നീ അവർക്ക് നൽകിയതിൽ അവർ തൃപ്തരാകാനും ഏറ്റവും പറ്റിയതിതാണ്. നിങ്ങളുടെ മനസ്സിനകത്തുള്ളത് അല്ലാഹു അറിയുന്നു. അല്ലാഹു സർവജ്ഞനാണ്, ഏറെ സഹനമുള്ളവനും അവൻ തന്നെ. لا يحل لك النساء من بعد ولا أن تبدل بهن من أزواج ولو أعجبك حسنهن إلا ما ملكت يمينك وكان الله على كل شيء رقيبا. ഇനിമേൽ നിനക്ക് ഒരു സ്ത്രീയെയും വിവാഹം ചെയ്യാൻ അനുവാദമില്ല. ഇവർക്ക് പകരമായി മറ്റു ഭാര്യമാരെ സ്വീകരിക്കാനും പാടില്ല. അവരുടെ സൗന്ദര്യം നിന്നിൽ കൗതുകമുണർത്തിയാലും ശരി. എന്നാൽ അടിമ സ്ത്രീകൾ ഇതിൽ നിന്നൊഴിവാണ്. അല്ലാഹു എല്ലാ കാര്യങ്ങളും നന്നായി നിരീക്ഷിക്കുന്നവൻ തന്നെ. يا أيها الذين آمنوا لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام غير ناظرين إناه ولكن إذا دعيتم فادخلوا فإذا طعمتم فانتشروا ولا مستأنسين لحديث إن ذلكم كان يؤذي النبي فيستحيي منكم والله لا يستحيي من الحق وإذا سألتموهن متاعا فاسألوهن من وراء حجاب ذلكم أطهر لقلوبكم وقلوبهم وما كان لكم أن تؤذوا رسول الله ولا أن تنكحوا أزواجه من بعده أبدا إن ذلكم كان عند الله عظيما. വിശ്വസിച്ചവരെ, പ്രവാചകന്റെ വീടുകളിൽ അനുവാദമില്ലാതെ നിങ്ങൾ പ്രവേശിക്കരുത്. അവിടെ ആഹാരം പാകമാകുന്നത് പ്രതീക്ഷിച്ചിരിക്കരുത്. എന്നാൽ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ അവിടേക്ക് ചെല്ലുക. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുക. അവിടെ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കരുത്. നിങ്ങളുടെ അത്തരം പ്രവൃത്തികൾ പ്രവാചകന് പ്രയാസകരമാകുന്നുണ്ട്. എങ്കിലും നിങ്ങളോടത് തുറന്നു പറയാൻ പ്രവാചകൻ ലജ്ജിക്കുന്നു. എന്നാൽ അല്ലാഹു സത്യം പറയുന്നതിലൊട്ടും ലജ്ജിക്കുന്നില്ല. പ്രവാചക പത്നിമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുന്നുവെങ്കിൽ മറയ്ക്കു പിന്നിൽ നിന്നാണ് നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത്. അതാണ് നിങ്ങളുടെയും അവരുടെയും ഹൃദയശുദ്ധിക്ക് ഏറ്റവും നല്ലത്. അല്ലാഹുവിൻ്റെ ദൂതനെ ശല്യപ്പെടുത്താൻ നിങ്ങൾക്കനുവാദമില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ വിവാഹം കഴിക്കാനും പാടില്ല. ഇതൊക്കെയും അല്ലാഹുവിങ്കൽ ഗൗരവമുള്ള കാര്യം തന്നെ. تبدوا شيئا أو تخفوه فإن الله كان بكل شيء عليما. നിങ്ങൾ എന്തെങ്കിലും തെളിയിച്ചു കാണിച്ചാലും ഒളിപ്പിച്ചു വെച്ചാലും അല്ലാഹു എല്ലാം നന്നായി അറിയുന്നവനാണ്.
തീർച്ച. لا جناح عليهن في آبائهن ولا أبنائهن ولا إخوانهن ولا أبناء إخوانهن ولا أبناء أخواتهن ولا نسائهن ولا ما ملكت أيمانهن واتقين الله إن الله كان على كل شيء شهيدا. പിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരന്മാർ, സഹോദരപുത്രന്മാർ, സഹോദരീപുത്രന്മാർ, തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകൾ, തങ്ങളുടെ അടിമകൾ എന്നിവരുമായി ഇടപഴകുന്നതിൽ പ്രവാചക പത്നിമാർക്ക് കുറ്റമില്ല. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു പ്രവാചകനെ അനുഗ്രഹിക്കുന്നു. അവന്റെ മലക്കുകൾ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും അദ്ദേഹത്തിന് കാരുണ്യവും ശാന്തിയുമുണ്ടാകാൻ പ്രാർത്ഥിക്കുക. ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറതി വഅഅദ്ദ ലഹും അദാബൻ മുഹീനാ. അല്ലാഹുവേയും അവന്റെ ദൂതനെയും ദ്രോഹിക്കുന്നവരെ ഇഹത്തിലും പരത്തിലും അല്ലാഹു ശപിച്ചിരിക്കുന്നു. നന്നേ നിന്ദ്യമായ ശിക്ഷ അവർക്കായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബൂ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനാ വഇസ്മൻ മുബീനാ. സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും അവർ തെറ്റൊന്നും ചെയ്യാതിരിക്കെ ദ്രോഹിക്കുന്നവർ കള്ളവാർത്ത ചമച്ചവരത്രേ, പ്രകടമായ കുറ്റം ചെയ്തവരും. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. നബിയെ, നിന്റെ പത്നിമാർ, പുത്രിമാർ, വിശ്വാസികളുടെ സ്ത്രീകൾ ഇവരോടെല്ലാം തങ്ങളുടെ മേലാടകൾ താഴ്ത്തിയിടാൻ നിർദ്ദേശിക്കുക. അവരെ തിരിച്ചറിയാൻ ഏറ്റം പറ്റിയ മാർഗമതാണ്, ശല്യം ചെയ്യപ്പെടാതിരിക്കാനും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. لئن لم ينتهي المنافقون والذين في قلوبهم مرض والمرجفون في المدينة لنغرينك بهم ثم لا يجاورونك فيها إلا قليلا. കപടവിശ്വാസികളും ദീനം പിടിച്ച മനസ്സുള്ളവരും മദീനയിൽ ഭീതിയുണർത്തുന്ന കള്ളവാർത്തകൾ പരത്തുന്നവരും തങ്ങളുടെ ചെയ്തികൾക്ക് അറുതി വരുത്തുന്നില്ലെങ്കിൽ അവർക്കെതിരെ നിന്നെ നാം തിരിച്ചുവിടുക തന്നെ ചെയ്യും. പിന്നെ അവർക്ക് ഈ പട്ടണത്തിൽ ഇത്തിരി കാലമേ നിന്നോടൊപ്പം കഴിയാനൊക്കുകയുള്ളൂ. മൽഊനീൻ ഐനമാ സുഖിഫൂ ഉഖിദൂ വഖുത്തിലൂ തഖ്തീലാ. അവർ ശപിക്കപ്പെട്ടവരായിരിക്കും. എവിടെ കണ്ടെത്തിയാലും അവരെ പിടികൂടി വകവരുത്തും. സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൗ മിൻ ഖബ്ൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ. നേരത്തെ കഴിഞ്ഞു പോയവരുടെ കാര്യത്തിൽ അല്ലാഹു സ്വീകരിച്ച നടപടിക്രമം തന്നെയാണിത്.
അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ ഒരു മാറ്റവും നിനക്ക് കണ്ടെത്താനാവില്ല. يسألك الناس عن الساعة قل إنما علمها عند الله وما يدريك لعل الساعة تكون قريبا. ജനം അന്ത്യദിനത്തെപ്പറ്റി നിന്നോട് ചോദിക്കുന്നു. പറയുക, അതേക്കുറിച്ച് അറിവ് അള്ളാഹുവിങ്കൽ മാത്രമേയുള്ളൂ. അതേപ്പറ്റി നിനക്കെന്തറിയാം? ഒരു വേള അത് വളരെ അടുത്തു തന്നെയായേക്കാം. ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറാ. സംശയമില്ല, അള്ളാഹു സത്യനിഷേധികളെ ശപിച്ചിരിക്കുന്നു. അവർക്ക് കത്തിക്കാളുന്ന നരകത്തീ ഒരുക്കിയിട്ടുമുണ്ട്. ഖാലിദീന ഫീഹാ അബദൻ ലാ യജിദൂന വലിയ്യൻ വലാ നസീറാ. അവരവിടെ എന്നെന്നും സ്ഥിരവാസികളായിരിക്കും. അവർക്കവിടെ ഒരു രക്ഷകനെയും സഹായിയെയും കണ്ടെത്താനാവില്ല. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന അർ-റസൂല. അവരുടെ മുഖങ്ങൾ നരകത്തീയിൽ തിരിച്ചുമറിക്കപ്പെടും. അന്ന് അവർ പറയും, ഞങ്ങൾ അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. വഖാലൂ റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന അസ്സബീലാ. അവർ വിലപിക്കും, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളെയും പ്രമാണിമാരെയും അനുസരിച്ചു, അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു. റബ്ബനാ ആതിഹിം ضعفين من العذاب آتهم ضعفين من العذاب والعنهم لعنا كبيرا. ഞങ്ങളുടെ നാഥ, അവർക്ക് നീ രണ്ടിരട്ടി ശിക്ഷ നൽകണമേ, അവരെ നീ കൊടും ശാപത്തിനിരയാക്കണമേ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലൂ വകാന ഇൻദല്ലാഹി വജീഹാ. വിശ്വസിച്ചവരെ, നിങ്ങൾ മൂസാക്ക് മനോവിഷമമുണ്ടാക്കിയവരെ പോലെയാകരുത്. പിന്നെ അള്ളാഹു അദ്ദേഹത്തെ അവരുടെ ദുരാരോപണങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അദ്ദേഹം അള്ളാഹുവിന്റെ അടുത്ത് അന്തസ്സുള്ളവനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. വിശ്വസിച്ചവരെ, നിങ്ങൾ ദൈവഭക്തരാവുക, നല്ലത് മാത്രം പറയുക. യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും ومن يطع الله ورسوله فقد فاز فوزا عظيما. എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കിത്തരും, നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തുതരും. അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവൻ മഹത്തായ വിജയം കൈവരിച്ചിരിക്കുന്നു. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. തീർച്ചയായും ആകാശഭൂമികളുടെയും പർവ്വതങ്ങളുടെയും മുമ്പിൽ നാം ഈ അമാനത്ത് സമർപ്പിച്ചു. അപ്പോൾ അതേറ്റെടുക്കാൻ അവ വിസമ്മതിച്ചു. അവ അതിനെ ഭയപ്പെട്ടു. എന്നാൽ മനുഷ്യൻ അതേറ്റെടുത്തു. അവൻ കൊടിയ അക്രമിയും തികഞ്ഞ അവിവേകിയും തന്നെ. ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. കപടവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളുമായ സ്ത്രീ പുരുഷന്മാരെ അല്ലാഹു ശിക്ഷിക്കുന്നതിനു വേണ്ടിയാണിത്.
സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരുടെ പശ്ചാത്താപം അവൻ സ്വീകരിക്കാനും അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, പരമദയാലുവും.